വെൽക്കം ടു ട്രിപ്പിൾ എ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 15th ഫെബ്രുവരി. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 17th ഫെബ്രുവരി മുതൽ 21st ഫെബ്രുവരി വരെയുള്ള വീക്കാണ്. നമ്മൾ കഴിഞ്ഞ വീക്കിലും മാർക്കറ്റിൽ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് കണ്ടത്. 23,000 താഴെ വന്ന് മാർക്കറ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 22,929 ലാസ്റ്റ് വീക്കിലെ ലോസ് 630 പോയിൻറ്റ്സിൻ്റെ നഷ്ടത്തോടു കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 8 ദിവസവും മാർക്കറ്റ് നെഗറ്റീവായി തന്നെയാണ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസമായിട്ടുള്ള ഈ കറക്ഷൻ ഹെവി ആയിട്ടുള്ള ഒരു വീക്കിലേക്ക് വരികയായിരുന്നു. പ്രത്യേകിച്ചും മിഡ് ക്യാപ്പുകളിലും സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലും എല്ലാം കാര്യമായിട്ടുള്ള സെൽ ഓഫ് നമ്മൾ കഴിഞ്ഞ വീക്കിലും കാണുകയുണ്ടായി. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ഇനി വരുന്ന ഒരു ചാർട്ടാണ്. ഇതിൽ കാണാൻ നമുക്ക് 22,667 എന്നുള്ള ലെവലിലാണ് ഇനി ഒരു മേജറായിട്ടുള്ള സപ്പോർട്ട് നിൽക്കുന്നത്. ഈ ലെവലിൽ ഹോൾഡ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ഡബിൾ ബോട്ടം ഒക്കെ ഫോം ചെയ്യുന്ന ഒരു ലെവലായതുകൊണ്ട് തന്നെ ഈ ലെവലിൽ നിന്നൊരു റീബൗണ്ടാണ് നമുക്ക് ഇനി ഇവിടെ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ഓരോ സെൽ ഓഫുകളും മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻസിൽ നമുക്കറിയാം ഒരു 13% നിഫ്റ്റി കറക്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എല്ലാം ഒരു 22% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബുൾ മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളൊക്കെ ഒരു 20-25% ഒക്കെ കറക്റ്റ് ചെയ്യുന്നത് ഒരു വളരെ നോർമലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ മാർക്കറ്റിൽ പുതിയതായി വന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കറക്ഷൻസ് കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് പല ദിവസങ്ങളിലും 5-6% ഒക്കെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ താഴുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു പാനിക്കായിട്ട് രീതിയിലേക്ക് വരാറുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും പോർട്ട്ഫോളിയോ ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ നഷ്ടം ഇത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള മാർക്കറ്റിൻ്റെ ഡൗൺ ടേണുകളിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി. കാരണം ഇടയ്ക്കിടയ്ക്ക് പോർട്ട്ഫോളിയോ ഓപ്പൺ ചെയ്ത് നോക്കി അതിനെക്കുറിച്ച് ആലോചിച്ച് ഈ നോഷണലായിട്ടുള്ള ലോസാണ് ഇതെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. കാരണം നമ്മൾ ഈ ലോവർ ലെവലിൽ സ്റ്റോക്കുകൾ വിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കിതൊരു റിയൽ ലോസ് ആകില്ല അല്ലേ. അപ്പോൾ ഈ നോഷണൽ ലോസ് മാത്രമാണ് ഇത് പല വലിയ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും പോലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹെവി ആയിട്ടുള്ള ലോസ് പോർട്ട്ഫോളിയോ കാണിച്ചാലും അവരൊന്നും ആ സ്റ്റോക്കുകൾ വിൽക്കാത്തത് കൊണ്ട് അടുത്ത മാർക്കറ്റിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റിൽ വീണ്ടും ഈ ലോസുകളെല്ലാം റിക്കവർ ചെയ്ത് വീണ്ടും പ്രോഫിറ്റിലേക്ക് വരും. അപ്പോൾ ഇതൊരു നോഷണലായിട്ടുള്ള ലോസ് മാത്രമാണെന്നുള്ളത് റിയലൈസേഷൻ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും വേണം. പ്രത്യേകിച്ചും ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കറക്ഷൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുതന്നെയല്ല പലപ്പോഴും ലോവർ ലെവലിലൊക്കെ കുറേ കൂടെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഇങ്ങനെയുള്ള കറക്ഷൻസ് നൽകുക. നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് കഴിഞ്ഞ വീക്കിൽ 1920 പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്ത് 75,939 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ ഹെവി ആയിട്ടുള്ള സെൽ ഓഫിലൂടെ 3,955 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 49,654 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഹൈ ആയിട്ടുള്ള 60,925 നിന്നും മിഡ് ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ 49,654 വന്ന് വന്ന സമയത്ത് ആ ഹൈയിൽ നിന്നും ഒരു 19.34% അല്ലെങ്കിൽ ഒരു 11,786 പോയിൻറ്റ്സ് ആണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ 15,407 1,599 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈഫ് ടൈം ഹൈ ആയിരുന്ന 19,640 ടെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള കറക്ഷൻ ഓൾമോസ്റ്റ് ഒരു 4,386 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു 22
3% കറക്ഷനാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സിവിയർ ആയിട്ടുള്ളൊരു കറക്ഷനിലൂടെ കടന്നു പോയിരിക്കുകയാണ്, നമ്മളൊരു ലാസ്റ്റ് ലെഗിലേക്ക് മൂവ് ചെയ്യുകയാണ് എന്നുള്ളത് തന്നെ നമുക്ക് ഈ ചാർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു മാർക്കറ്റ് ഒരു ഓവർവാലേഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു 25% കറക്ഷനോടുകൂടി താഴെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു ഫ്രഷ് ആയിട്ടുള്ള ബൈയിങ് എല്ലാം വരാനുള്ള പോസിബിലിറ്റികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളിൽ കുറച്ചുകൂടെ നല്ല സ്റ്റോക്കുകളെല്ലാം ആഡ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസത്തിൽ നിഫ്റ്റി 500-ൽ ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ സ്റ്റെർലിംഗ് ആൻഡ് വിൻസൺ 61% ആണ് കറക്റ്റ് ചെയ്തത്. അതുപോലെ ഹൊനാസ കൺസ്യൂമർ 52%, അദാനി ഗ്രീൻ എനർജി 51%, വേൾപൂൾ 50%, നെറ്റ്വർക്ക് 18 49%, ഡാറ്റ പാറ്റേൺസ് 46%, ചെന്നൈ പെട്രോളിയം 46%, രാജേഷ് എക്സ്പോർട്സ് 46%, മാംഗ്ലൂർ റിഫൈനറി 45%, കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് 45%, PNC ഇൻഫ്രാടെക് 45%, ഗുജറാത്ത് പിപ്പാവ പോർട്ട് 44%, ജൂപ്പിറ്റർ വാഗൺസ് 44%, MMTC 43%, അതുപോലെ ടെക്നോ ഇലക്ട്രിക് 43% കറക്റ്റ് ചെയ്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് പല സ്റ്റോക്കുകളും ഹെവി ആയിട്ടുള്ള സെൽ ഓഫുകൾ കഴിഞ്ഞാണ് നിൽക്കുന്നത് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഞാനൊരു വോറൻ ബഫേയുടെ ഒരു ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ട് നമ്മൾ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ കുറച്ച് പേരതിൽ കുറച്ച് മാർക്കറ്റ് ഇതുപോലെ സെൽ ഓഫ് ചെയ്യുന്ന സമയത്ത് ബൈ ചെയ്യാനാണോ നമ്മൾ അത് പറയുന്നത്, അല്ലെങ്കിൽ അതങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും സ്റ്റോക്കുകൾ ആഡ് ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു ഡയറക്ഷൻ ആണോ എന്നുള്ളൊരു കാര്യം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനായിട്ട് ഞാൻ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ വോറൻ ബഫയുടെ ഒരു പ്രധാനപ്പെട്ട കോട്ടാണ് ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി ആൻഡ് ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ളൊരു കോട്ട്. അത് നമ്മൾക്കൊരു പക്ഷേ ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി എന്നുള്ളൊരു കാര്യം നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ളൊരു കാര്യം നമുക്ക് മാർക്കറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കണം. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഭയന്ന് മാറി നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കുറേയധികം ഹയർ ലെവലിൽ വാങ്ങിയ സ്റ്റോക്കുകളാണെങ്കിലും അത് എക്സിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു പാഠം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഫോളോ ചെയ്യുകയും വേണം. ഞാൻ എൻ്റെ കഴിഞ്ഞ 30 ഇയേഴ്സിൻ്റെ മാർക്കറ്റിലെ എക്സ്പീരിയൻസിൽ ഇനീഷ്യലി ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാകാതിരുന്നതുകൊണ്ട് പലപ്പോഴും മാർക്കറ്റിൻ്റെ ലോവർ ലെവൽസിൽ ഭയന്ന് സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇതാണ് ഏറ്റവും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ഹയർ ലെവലിൽ ഒരു പക്ഷേ നമുക്ക് സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ മടിച്ചു നിന്നു എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം ഓവർ എ പീരിയഡ് നമുക്ക് ഈ സ്റ്റോക്കുകൾ വീണ്ടും പ്രോഫിറ്റിൽ വരുമ്പോൾ വിൽക്കാനുള്ള അവസരം മാർക്കറ്റ് തന്നെ തരും. അതേസമയം മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ്റെ പേസിൽ ഭയന്ന്, അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് കേട്ട് ഏറ്റവും താഴെ ലെവലിൽ വിറ്റ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സമയത്ത് ക്രൗഡിനൊപ്പം കൂടാതെ മാറി നിൽക്കുന്നവരാണ് പ്രോഫിറ്റ് നേടുന്നത് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം, ഞാൻ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കറക്ഷൻ സമയത്ത്, ഞാൻ ഇനീഷ്യൽ സമയത്ത് നിങ്ങൾക്കറിയാം രാകേഷ് ജുൻജുംവാല സാർ എന്ന ഒരു ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലേ. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ അദ്ദേഹം ഹയർ ലെവലിൽ ഒരു പക്ഷേ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ താഴെ ലെവലിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരിക്കലും വിൽക്കാറില്ല. ഒരു പക്ഷേ ആഡ് ചെയ്തുകൊണ്ടിരിക്കും കുറേയധികം സ്റ്റോക്കുകൾ എന്നുണ്ടെങ്കിലും ഒരിക്കലും വിൽക്കാറില്ല. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോകൾ പലതും
നിയർലി 50%-ലധികമൊക്കെ താണ പോർട്ട്ഫോളിയോകളുണ്ട്. അപ്പോൾ അതിൽ അവരും ആ പോർട്ട്ഫോളിയോകൾ ഹോൾഡ് ചെയ്യാണ്, അല്ലെങ്കിൽ അവർ ചെയ്തത് ഒരു മിസ്റ്റേക്കാണ് എന്നതിനർത്ഥമില്ല. കാരണം ഹയർ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ അവർ ലോവർ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് ഹയർ ലെവലിൽ പോയതിന് ശേഷം താഴെ വരുമ്പോൾ അവർ വിൽക്കാതിരുന്നത് ഒരു അബദ്ധമായി എന്നുള്ളത് അതിനർത്ഥമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുപോലെയുള്ള മ്യൂച്വൽ ഫണ്ട്സൊക്കെ ഈ ഹയർ ലെവലിൽ വിൽക്കാതിരുന്നവരാണ് പലരും. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണെന്ന് അർത്ഥമില്ല. കാരണം അതൊരു മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസ് അങ്ങനെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവരുടെ ലൈഫിൽ വരുന്ന ഒരു കാര്യങ്ങളാണ് ഒരു സൈക്കിളുകളെ ഫേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ കുറച്ചധികം മേജറായിട്ടുള്ള ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോയിൽ വന്നിട്ടുള്ള ഹൈ ലെവലിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ലോസുകൾ നോക്കുമ്പോൾ നോക്കൂ, രേഖ ജുഞ്ചുംവാല എന്ന അവരുടെ പോർട്ട്ഫോളിയോ ഇപ്പോൾ 17,525 crores-ൻ്റെയാണ് വാല്യുവേഷൻ ഉള്ളത്. അത് ഹൈ ലെവലിൽ നോക്കുകയാണെങ്കിൽ 56% താഴ്ന്നിരിക്കുന്നത്. അതായത് മോർ ദാൻ 17 crores-ൻ്റെ ലോസ് അവർ പോർട്ട്ഫോളിയോയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു അവരൊരു റിയൽ ലോസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അതൊരു നോഷണൽ ലോസ് മാത്രമാണ്. വീണ്ടും ഈ സ്റ്റോക്കുകൾ അവർ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അടുത്ത മാർക്കറ്റിൻ്റെ അപ്പ് സൈക്കിളിൽ സ്റ്റോക്കുകൾ പ്രോഫിറ്റിലേക്ക് വരികയും അവർക്ക് ആ സ്റ്റോക്കുകളെല്ലാം പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ വീണ്ടും ഈ ലോസുകളെല്ലാം, ഈ നോഷണൽ ലോസ് എല്ലാം റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് വരുമല്ലേ. അതുപോലെ മറ്റൊരു ഇൻവെസ്റ്ററായിട്ടുള്ള വിനോദ് ചന്ദ്ര മൻസൂർലാൽ പരേഖ് ആൻഡ് അസോസിയേറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോ 43% ഡൗൺ ആണ്. അതുപോലെ ഭാവുക് ത്രിപാഠിയുടെ 925 crores-ൻ്റെ പോർട്ട്ഫോളിയോ 42% ഡൗൺ ആണ്. അതുപോലെ ജയേഷ് പട്ടേലിൻ്റെ 38% ഡൗൺ ആണ്. സുരേഷ് കുമാർ അഗർവാളിൻ്റെ 35% ഡൗൺ ആണ്. അതുപോലെ വഞ്ച സുന്ദർ അയ്യറിൻ്റെ പോർട്ട്ഫോളിയോ 33% ഡൗൺ ആണ്. രൂപ്ചന്ദ് ബൻസാലിയുടെ 25% ഡൗൺ ആണ്. ദിലീപ് കുമാർ ലേഖിയുടെ 26% ഡൗൺ ആണ്. അതുപോലെ ഹിതേഷ് സതീഷ് ചന്ദ്ര ദോഷിയുടെ പോർട്ട്ഫോളിയോ 22% ഡൗൺ ആണ്. വിജയ് കിൻഷാലാൽ KDAയുടെ 21% ആണ് ഡൗൺ ആയിട്ടുള്ളത്. ശരത് കന്യാലാൽ ഷാ ആൻഡ് അസോസിയേറ്റ്സിൻ്റെ 18% ഡൗണും. ഡോളി ഗന്നയുടെ പോർട്ട്ഫോളിയോ 17% ഡൗണും. അമൽ പരീഖിൻ്റെത് 17% ഡൗണും. അതുപോലെ ആശിഷ് കൊച്ചാലിയുടെ 16% ഡൗൺ ആണ്. അപ്പോൾ ഇതുപോലെ പോർട്ട്ഫോളിയോകൾ ഡൗൺ ആവുക, ഹയർ ലെവലിൽ ഹോൾഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോകൾ ഡൗൺ ആവുക എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ വാല്യൂ മാർക്കറ്റിൻ്റെ സെൽ ഓഫിൽ താഴേക്ക് പോവുക എന്നുള്ളത് മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഭയപ്പെടാതിരിക്കുക എന്നുള്ളതും താഴെ ലെവലിൽ ഭയന്ന് എക്സിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം. അത് എപ്പോഴും ഓർക്കുക. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെല്ലാവരും ആ സമയത്ത് സ്റ്റോക്കുകൾ വലിച്ചെറിഞ്ഞ് മാർക്കറ്റിൻ്റെ പ്രോഫിറ്റിൻ്റെ പീരീഡെല്ലാം കഴിഞ്ഞു, ഇനി മാർക്കറ്റ് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഫണ്ട് അഡീഷണൽ ഉണ്ടെങ്കിൽ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതേ പോർട്ട്ഫോളിയോ നിലനിർത്താനുള്ള ആ ഒരു മാനസികാവസ്ഥയെങ്കിലും നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടും. അത് ഇത്രയും കാലത്തെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഞാനിത് പറയുന്നത്. അതൊരു പക്ഷേ വളരെ ഡിഫിക്കൽട്ടാണ് ഇങ്ങനെയുള്ളൊരു സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിലും നമ്മൾ പ്രാക്ടിക്കലി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുകയാണെങ്കിൽ 1-2 എക്സാമ്പിൾസ് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിതുപോലെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ ആ കോവിഡിൻ്റെ കറക്ഷൻ്റെ സമയത്ത് ടാറ്റ കെമിക്കൽസ് എന്നുള്ള സ്റ്റോക്ക് നമ്മളെല്ലാവരും ഭയന്ന് മാറി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഏപ്രിൽ 2020 പീരിയഡിൽ നമ്മൾ ടാറ്റ കെമിക്കൽസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു 250 ലെവലിലാണ്. അതിനുശേഷം പിന്നീട് ഈ സ്റ്റോക്ക് 1349 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്യുകയുണ്ടായില്ല. അപ്പോൾ എല്ലാവരും ഭയന്ന് മാറി നിന്നിരുന്ന ഒരു സമയത്താണ് ഇൻവെസ്റ്റ് ചെയ്തതാണ് ആ ടാറ്റ കെമിക്കൽസ് എന്നുള്ള സ്റ്റോക്ക്. അപ്പോൾ എല്ലാവരും ആ ഒരു ഫിയർഫുൾ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതാണ് അത്രയും വലിയ പ്രോഫിറ്റിലേക്ക് നേടിയത്. അതുപോലെ കഴിഞ്ഞ 2023 നമ്മൾ ഈ ഹിഡൻബർഗിൻ്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അഡാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളെല്ലാം വലിയ കറക്ഷനിലൂടെ കടന്നുപോയ സമയത്ത്
നമ്മളൊരു ലൈവായിട്ടൊരു വീഡിയോ കൂടെ ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, അഡാനി പോർട്സ് എന്നുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ആ സ്റ്റോക്ക് 530 ലെവലിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ആ ബൈ റെക്കമെൻഡേഷൻ നൽകിയിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 1621 മൂവ് ചെയ്തു. അപ്പോൾ അതൊരു വലിയ കറക്ഷനിലൂടെ പോകുന്ന സമയത്തും എല്ലാവരും ഒരു ഫിയർഫുൾ സിറ്റുവേഷനിലൂടെ സ്റ്റോക്കിൽ നിന്ന് ഭയന്ന് വിറ്റ് ഒഴിഞ്ഞ് മാറി പോകുന്ന ഒരു സമയത്താണ് നമ്മൾ ആ സ്റ്റോക്ക് എൻ്റർ ചെയ്തത്, അതുപോലെ തന്നെ ബൈ ചെയ്തത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്ന ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ കൂടുതൽ വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ഭയം മൂലം എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങണമെന്നില്ല. പക്ഷേ ഒരിക്കലും നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ വിറ്റൊഴിയരുത് ഇങ്ങനെയുള്ള സമയത്ത്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതുപോലെയുള്ള മാർക്കറ്റ് കറക്ഷൻ സമയത്ത് ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകളായിരിക്കണം നമ്മളിതുപോലെ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ, ഈ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകളായിരിക്കണം നമ്മളിതുപോലെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യേണ്ടതും. നമ്മളൊരു എല്ലാ വീഡിയോയിലും നമ്മളൊരു ഹൈ വാല്യൂഡ് സ്റ്റോക്കുകൾ ഒരു 20%-ലധികമൊക്കെ മുകളിലേക്ക് മൂവ് ചെയ്യാവുന്ന സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാറുണ്ടല്ലേ. അപ്പോൾ അതിൽ കഴിഞ്ഞ വീക്കിൽ നമ്മൾ സംസാരിച്ചൊരു സ്റ്റോക്കായിരുന്നു ഗോഡ്ഫ്രി ഫിലിപ്സ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഒരു 1470 ലെവലിലായിരുന്നു ഇതിന് മുമ്പുള്ള വീക്ക് ക്ലോസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്റ്റോക്ക് നമുക്കറിയാം ഒരു 9797 ആണ് അടുത്തൊരു റിട്രേസ്മെൻറ്റ് ലെവലായ 61.8% വരുന്നത് എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഈ വീക്കിൽ സ്റ്റോക്ക് ഫ്രൈഡേയിൽ ഒരു 20% അപ്പർ സർക്യൂട്ടിലായിരുന്നു ക്ലോസ് ചെയ്തത്. 5999 എന്നുള്ളൊരു ലെവലിലായിരുന്നു ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്രൈഡേയിൽ മാത്രം ഈ സ്റ്റോക്ക് ഒരു 20% അപ്വേർഡ് മൂവ്മെൻറ്റ് നടത്തുകയുണ്ടായി. അതുപോലെ നമുക്കിന്ന് ഈ വീക്കിൽ ഒരു 4 സ്റ്റോക്ക് നമുക്ക് ഇതുപോലെയുള്ള ഒരു 20% അപ്വേർഡ് മൂവ്മെൻറ്റിന് പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ നോക്കാം. ഈ സ്റ്റോക്ക് ആദ്യത്തെ സ്റ്റോക്കാണ് മാപ്പ് മൈ ഇന്ത്യ എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് സി ഇൻഫോ സിസ്റ്റംസ് എന്നുള്ള ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. ഈ കമ്പനി ക്ലോസ് ചെയ്തിരിക്കുന്നത് 1651 ആണ്. ഇൻ്റർനെറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് എന്നുള്ള ഇൻഡസ്ട്രിയിലുള്ള ഈ സ്റ്റോക്ക് ഈ ലെവലിൽ നിന്നൊരു അപ്വേർഡ് പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഹാവൽസ് ഇന്ത്യ എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് അതർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ആൻഡ് പ്രോഡക്ട്സ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഒരു ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1498-ലാണ്. 2106 ലെവലിൽ നിന്നുള്ളൊരു കറക്ഷനാണ് ഇപ്പോൾ ഈ ലെവലിൽ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ലെവലിൽ നിന്നൊരു റീബൗണ്ട് നമുക്ക് ഹാവൽസ് ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഭാരത് ഫോർജ്. അതർ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്നുള്ള ഇൻഡസ്ട്രിയിലുള്ള സ്റ്റോക്ക് 1804 എന്നുള്ള ലെവലിൽ നിന്നുള്ളൊരു കറക്ഷനാണ് 1078 വന്ന് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഭാരത് ഫോർജും നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഈ ലെവലിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം കുറേയധികം സ്റ്റോക്കുകൾ ഹെവി ആയിട്ടുള്ള സെൽ ഓഫിലൂടെ കടന്നുപോയ ഒരു വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകളിൽ ഗോഡ്ഫ്രി ഫിലിപ്സ് ആണ് 30% ഉയർന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക്. അതിനുശേഷം റെഡിങ്ടൺ 7% ഉയർന്നും, ഭാരതി എയർടെൽ 6% ഉയർന്നും, SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് 5% ഉയർന്നും, ബജാജ് ഹോൾഡിങ്സ് 5% ഉയർന്നും, ഭാരതി ഹെക്സാകോം 4% ഉയർന്നും, ത്രിവേണി ടർബൈൻ 3% ഉയർന്നും, ബജാജ് ഫിൻസർവ് 2% ഉയർന്നും, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ 2% ഉയർന്നും, ശ്രീ സിമൻസ് 2% ഉയർന്നും, അശോക് ലൈലൻഡ് 1% ഉയർന്നും, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് 1% ഉയർന്നും, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് 1% ഉയർന്നും, JSW സ്റ്റീൽ 1% ഉയർന്നും, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് 1% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു വീക്ക് മാർക്കറ്റ് കണ്ടീഷനിലും പോസിറ്റീവായി തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഈ സ്റ്റോക്കുകളെ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIS കഴിഞ്ഞ വീക്കിൽ 19,004 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 18,745 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 7th ഫെബ്രുവരിയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 23,559-ലാണ്. 10th ഫെബ്രുവരിയിൽ 178 പോയിൻറ്റ്സ് താഴ്ന്ന നിഫ്റ്റി 11th ഫെബ്രുവരിയിൽ 309 പോയിൻറ്റ്സ് താഴ്ന്നു. 12th ഫെബ്രുവരിയിൽ 26 പോയിൻറ്റ്സ് താഴ്ന്നു. 13th ഫെബ്രുവരിയിൽ 13 പോയിൻറ്റ്സ് താഴ്ന്ന നിഫ്റ്റി 14th ഫെബ്രുവരിക്ക്
2 പോയിന്റ്സ് കൂടെ താഴ്ന്ന കഴിഞ്ഞ വീക്കിൽ 630 പോയിന്റ്സ് താഴ്ന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. നമുക്കിപ്പോൾ കാണാം ഫെബ്രുവരി മന്തിൽ 579 പോയിന്റ്സിൻ്റെ ലോസോടുകൂടിയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs നോക്കുമ്പോൾ 200 DMA വരുന്നത് 24,051 അതിൽ 200 DMAക്ക് താഴെ വന്നിരിക്കുന്നതുകൊണ്ടും ഇതുപോലെ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും 200 DMAയിലേക്ക് മൂവ്മെൻറ്റ് ഒരു റീബൗണ്ട് നമ്മളെപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ 20 DMA വരുന്നത് 23,254 50 DMA വരുന്നത് 23,611 100 DMA വരുന്നത് 24,080 അതുപോലെ നമ്മൾ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം പ്യൂർ പോയിന്റ് വരുന്നത് 23,090 അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകളായിരിക്കും 23,406 23,884 24,200 24,227 24,947 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 23,090ലേക്ക് താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കും 22,787 22,667 22,297 22,067 21,819 21,348 എന്ന ലെവലുകളായിരിക്കും. അതിൽ 22,667 ഒരു കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. ആ ലെവലിൽ നിന്നും ഒരു റീബൗണ്ട് നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഇത്രയും ഓവർസോൾഡ് സിറ്റുവേഷനിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പർ റേഞ്ച് 24,200 ലോവർ റേഞ്ച് 21,819 നമുക്ക് ഫിക്സ് ചെയ്യാവുന്നത്. അതുപോലെ പിവറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നത് 23,090 ആണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ആണ്. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് കഴിഞ്ഞ വീക്കിൽ 1952 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ കൊട്ടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 2172 ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് SBI കാർഡ്സ് ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 859 ഈ 859 മുകളിലേക്ക് SBI കാർഡ്സ് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 967 ലെവലിലായിരിക്കും. അതുപോലെ ഈ വീക്കിൽ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്ക് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, UPL, ബ്ലൂ സ്റ്റാർ, റെഡിങ്ടൺ, അതുപോലെ തന്നെ വെൽസ്പൺ കോർപ്പ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.